പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഓണം. എല്ലാവരും നല്ല ഓണാഘോഷത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ? ഇന്നൊരു സൂപ്പർ ടേസ്റ്റിൽ പായസമായാലോ? നമ്മൾ ഒത്തിരി തരത്തിലുള്ള പായസങ്ങൾ കുടിച്ചിട്ടുണ്ട്. ചെറുപയർ പായസം, അരിപ്പായസം, അടപ്രഥമൻ, സേമിയ പായസം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പായസങ്ങൾ നമ്മൾ കുടിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പായസം ഞങ്ങൾ ഉണ്ടാക്കുന്നത് കരിക്ക് ഉപയോഗിച്ചുള്ള പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏത് പായസം ഉണ്ടാക്കിയാൽ പോലും ഈ പായസം ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അത്രയൊക്കെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പായസത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നട്ട്സുകളൊക്കെ നമ്മളൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഉരുളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ നെയ്യ് ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആ മുന്തിരിയും കൂടെ ഇട്ട് വറുത്ത് കോരാം. അപ്പോൾ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് കോരിയെടുക്കാം. ഞങ്ങൾ പായസത്തിന് വേണ്ടി 3 കരിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ആ പായസത്തിന് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞങ്ങളൊരു വലിയൊരു ഏത്തപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞങ്ങൾ നെയ്യിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും നമുക്കൊന്ന് വറുത്തെടുക്കാം. പായസത്തിനുള്ളിൽ ഏത്തപ്പഴം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ അതിൻ്റെ ഇടയ്ക്കോടെ ഈ കഷ്ണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് പകരം ഇപ്പം നമുക്ക് ഏത്തക്ക പെട്ടെന്ന് വീട്ടിലെങ്കിൽ ഈ കരിക്ക് തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് അത് വാങ്ങിയ ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് കരിക്കിൻ്റെ തേങ്ങയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏത്തപ്പഴം നമുക്ക് ഇതുപോലെ നെയ്യിൽ വറുത്തിട്ടാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുമന്നാൽ മതി. അപ്പോൾ ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കത് ബൗളിലേക്ക് കോരിയെടുക്കാം. നമ്മളിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഈ ഉരുളിലോട്ട് തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പാലിലേക്ക് ഇനി നമുക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതൊരു സ്പൂണും കൂടെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം നമ്മൾ പായസമൊക്കെ ഈ അവസാന ഭാഗമാകുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. മധുരം കുറവാണെങ്കിൽ നമുക്ക് അന്നേരം അല്പം ഒന്ന് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ 3 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് ഒന്ന് ഒരുവിധം കുറുകി വരണം. അപ്പം നമുക്കതിനകത്തേക്ക് ഏലക്കാപ്പൊടി, റസ്കിൻ്റെ പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 3 റസ്ക് പൊടിച്ച് ചേർക്കുകയാണ്. അപ്പോൾ റസ്ക് പൊടിച്ച് ചേർത്താണെങ്കിൽ സൂപ്പർ പായസമായിരിക്കും. നമുക്കപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. റസ്കിൻ്റെ പൊടിയും എല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഏലക്ക പൊടിച്ച് ചേർക്കുവാണെങ്കിൽ ഈ പാലിൻ്റെ ആ ഒരു കുത്തൽ, പാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ആ പാലിൻ്റെ കുത്തലങ്ങ് മാറി ആ ഏലക്കയുടെ ആ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പായസത്തിന് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 4-5 ബദാം, അതുപോലെ തന്നെ ഒരു 4-5 അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഞങ്ങൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. അതും കൂടി നമുക്ക് ഈ കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് തണുത്ത ശേഷമാണ് നമുക്ക് കരിക്കിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ച കരിക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ കരിക്ക് നല്ല ഇളനീരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഉള്ളിൽ ആ കാമ്പ് നന്നായിട്ട് ആ റോസ് കളറൊക്കെ കളഞ്ഞ് വെച്ചാൽ കാമ്പ് തന്നെ എടുത്ത് അപ്പോൾ നല്ലൊരു വൈറ്റ് കളറൊക്കെ കിട്ടും. അപ്പം നമ്മൾ ആ കരിക്കിൻ്റെ ആ വെള്ളത്തോടു കൂടി തന്നെ വേണം അത് നന്നായിട്ട് അടിച്ചെടുക്കാൻ. വെള്ളം ഒരിക്കലും കളയരുത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പായസത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കരിക്ക് ചിലപ്പോൾ നമ്മൾ ചൂടോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യത. അതുകൊണ്ടാണ് തണുത്ത ശേഷം നമ്മൾ കരിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വറുത്ത് വെച്ച നട്ട്സുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അല്പം നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ തൂളി കൊടുക്കാം. ക്രഷ് ചെയ്തിരിക്കുന്ന ബദാമാണ്, നമുക്ക് അതും കൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. പായസം ഒന്ന് പെട്ടെന്ന് കുറുകി വരാനും നല്ലതാണ്. ഇനി ഒരു അല്പം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ എപ്പോഴും വാനില എസൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.